ഗൈസ് നമ്മളെന്തായാലും മുങ്ങി നോക്കിയപ്പോഴേക്കും ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം വലിയ കല്ലാണ് കേട്ടോ. പെർഫെക്റ്റ്. ഇത് മുള്ള ഇത് കണ്ടോ. എടാ വൈകി ഇറങ്ങ്, എന്നെ ഇടിക്കുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ ഞാനുണ്ട് കുഞ്ഞപ്പനുണ്ട്. കുഞ്ഞപ്പ നമ്മളിപ്പോൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇല്ലിക്കക്കല്ലൊന്നും അല്ല. ഇല്ലിക്കക്കല്ലല്ല. ഓ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ ഇല്ലിക്കക്കല്ലെന്നാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിലിരുന്ന് ഞാൻ പ്ലാൻ മാറ്റി. പക്ഷേ അത് കാര്യം കുഞ്ഞപ്പൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ഇവിടെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. മാർമല വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ബാഗിനകത്ത് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുഞ്ഞപ്പോൾ ഓൾ സെറ്റാണ് പോകാനായിട്ട്. ഓൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല രസമുള്ള വെള്ളമുള്ള ഒരു അരുവിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇറങ്ങി ജണ്ടരയൊക്കെ പിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾ സെറ്റാണ്, നമ്മൾ കയറുവാണ് കേട്ടോ. ചവിട്ടി കയറിക്കോ. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ പോവാണ്. വെള്ളച്ചാട്ടം വരെ എത്തുമെന്ന് എനിക്കറിയത്തില്ല, കാര്യം സമയം ഇപ്പം 3:33. അപ്പോൾ വെള്ളച്ചാട്ടം വരെ എത്തിയില്ലെങ്കിൽ പോലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി അങ്ങോട്ടേക്ക് പോകാനായിട്ടാണെങ്കിൽ 2 വഴിയുണ്ട്. ഒരു വഴിയെന്ന് പറയുമ്പോഴേക്കും വളരെ നല്ല ടാറിട്ടൊരു വഴിയാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ഓഫ് റോഡാണ് കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും കട്ട ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ആ വഴിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു ചെറിയൊരു പുഴ എഴുതുന്നുണ്ട് കേട്ടോ. മീനച്ചിലാറിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്കത് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി അതിനെ ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ട് വേണം നമുക്ക് മേളിലോട്ട് കയറാനായിട്ട്. അവിടെ നിന്നാണ് ഓഫ് റോഡ് തുടങ്ങുന്നത്. പുഴയിലൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. പക്ഷേ ഈ സ്ഥലം കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതുണ്ടോ, തൊട്ടപ്പുറം വലിയൊരു മലയൊക്കെ ഉണ്ട്. ആ സൈഡിലാണ് കേട്ടോ ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടയം ജില്ലയിൽ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ എവിടുന്ന്, ഓ ഗൈസ്, നമുക്ക് ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുന്നത്. കുഞ്ഞപ്പാ, നമ്മുടെ ഓഫ് റോഡ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുവാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്താം. ഇറങ്ങിക്കടാ. അടിപൊളി വെള്ളം, നല്ല സൂപ്പർ ക്വാളിറ്റി അല്ലേ. എന്നെ തണുപ്പായിരിക്കും അറിയോ. എടാ മീനൊക്കെ പോകുന്നുണ്ടോ വഴി. ഗൈസ്, നമുക്ക് ഇവിടെ നോക്കിയാൽ താഴെ ഒരു വലിയ മീൻ വേണ്ട. ഇവിടെ ഇത്രയൊക്കെ ഉള്ള മീൻ കണ്ടോ നീ? നമുക്ക് ഇപ്പുറ സൈഡിലാണ് പോയി നോക്കാം. ഇപ്പുറ സൈഡ് വന്നേ, അവിടെ ഒരു പയ്യൻ നിന്ന് കുളിക്കുന്നുണ്ട്. കുഞ്ഞപ്പാ, ഇറങ്ങി കുളിച്ചാലോ നമുക്ക് ഇവിടെ വേണ്ട. നമുക്ക് കുറച്ചുകൂടെ മേളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മേളിലേക്ക് പോവാണ്. ഇനി ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് പുറകിൽ ഫിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഓൾ സെറ്റ്. ഞാൻ കയറുവാണ്. ഞാൻ ഇച്ചിരി എണീറ്റൊക്കെ നിൽക്കുവേ. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, കുറേ അങ്ങ് കഴിയുമ്പോഴേക്കും പിന്നെ വഴിയൊന്നും കാണത്തില്ല കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നോക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ആ പുഴയെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ റൈറ്റ് സൈഡിലായിരുന്നു. ഇപ്പോൾ നമ്മൾ പുഴയെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുഴ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി നമ്മൾ അധികം ആൾക്കാരൊന്നും കാണാൻ വേണ്ടി ചാൻസ് ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ വരുന്ന അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വരത്തുള്ളൂ. കാര്യം അപ്പുറം നല്ല ടാറിട്ട വഴിയുണ്ട്. കുഞ്ഞപ്പൻ പുറകെ അള്ളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞപ്പൻ്റെ ഫസ്റ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് വഴി നിർത്തിയിട്ട് കുഞ്ഞപ്പനോട് ചോദിക്കാം കുഞ്ഞപ്പനോട് എങ്ങനെയുണ്ടെന്ന്. ഇടയ്ക്ക് ശരിക്കും കുഞ്ഞപ്പനെ ഇറക്കി വിടേണ്ട സ്ഥലമൊക്കെ വരും. കുഞ്ഞപ്പൻ ഇറങ്ങി നടക്കേണ്ടി വരും. കാര്യം 2 പേരെ വെച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത ട്രാക്കൊക്കെ ഉണ്ട് കുറച്ച് മേളിലേക്ക് വന്ന് കഴിയുമ്പോൾ. എന്നാലും ഇവിടെയൊന്നും കുഴപ്പമില്ല. ഗൈസ്, വഴി പിന്നെയും കുഞ്ഞപ്പൻ പറയുന്ന എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾപ്പിക്കലുണ്ട്. Guys, this is fun actually. ഓഫ്-റോഡിങ് ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും ഭയങ്കര രസമാണ്. ഇത് പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് കൂടുതലാണ്.
ഇതേത് വഴിയാണോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം മറന്നുപോയി. നമുക്ക് വേണമെങ്കിൽ ABS ശരിക്കും ഓഫ് ചെയ്യാം. ABSൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 4 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടിയുടെ ABS ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡിങ്ങിന് വണ്ടിയുടെ ABS ഓഫ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്നു. അപ്പോൾ ABS ഓഫായി കഴിയുമ്പോഴേക്കും അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. താഴോട്ട് വലിയൊരു കുഴിയാണ്, എടുത്തുണ്ടോ? ഇടത്ത് വശത്ത് നല്ല വലിയ കുഴിയാണ്, റബ്ബർ തോട്ടമാണ് ആക്ച്വലി. പക്ഷെ നിങ്ങളൊരു കാര്യം കൗണ്ട് ചെയ്തോ, നമ്മൾ വേറെ ആരെയും കാണത്തില്ല ഈ വഴിക്ക്, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. സോ താഴെക്കുഴയൊക്കെ വഴിയുണ്ട് കേട്ടോ. ആണ്ടേ ചെറിയ തണുപ്പില്ലേ ഗൈസ്? ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് മാറി മാറി വരുവാണ് കേട്ടോ നമ്മൾ മേളിലേക്ക് പോകും തോറും. വഴി ഇങ്ങനെ കിടക്കുവാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുഞ്ഞപ്പം വല്ല കാട്ടാന വരുമോ? ഏയ്, കാട്ടാനൊന്നും വരത്തില്ലെന്നാ കുഞ്ഞപ്പം പറഞ്ഞു കേട്ടോ. ഇത് കാടൊന്നുമല്ല, പക്ക റബ്ബറും തോട്ടമാണ് കേട്ടോ. കുഞ്ഞപ്പം ആന അവിടെ 2 പോത്ത് നിൽപ്പുണ്ട്. ഒരാൾ നിൽപ്പുണ്ട്. കുഞ്ഞപ്പാ നീ ഇറങ്ങേണ്ടി വരും. സോ ഗൈസ്, ഇനി നമുക്ക് മേളിലേക്ക് കയറണമെങ്കിൽ അത്യാവശ്യം വലിയൊരു കുഴി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞപ്പനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഒരു ഇച്ചിരി അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ നല്ലൊരു കയറ്റമാണ്, നിറച്ച് കല്ലും മുള്ളുമൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് മിക്കവാറും ഞാൻ വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വീഴുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടണമല്ലോ. അതുകൊണ്ട് കുഞ്ഞപ്പനെ മേളിലേക്ക് കയറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, ബിക്കോസ് വഴി വളരെ മോശം. താങ്ക്ഫുള്ളി വീണില്ല. പെർഫെക്റ്റ്. അപ്പോൾ കുഞ്ഞപ്പൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി, ക്യാമറ നോക്കി പറഞ്ഞേ, നിന്റെ ഓഫ് റോഡിങ് എങ്ങനെ? ഫസ്റ്റ് ടൈം അല്ലേ ബൈക്കിൽ ഓഫ് റോഡിങ് വരുന്നത്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്, സത്യം പറ. ഓക്കെ, ഫൈനലി വെള്ളച്ചാട്ടം. ഗൈസ്, ഇവിടെ ഒരു വലിയൊരു കല്ലാണ്. ഒരു ചേച്ചി അവിടെ കിടന്ന് ആടിനെ ഓ ഗൈസ്, ഇഷ്ടംപോലെ ആടുകൾ നോക്കി. ആ മല ഫുൾ ആടാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ആടിനെ മേയ്ക്കുമായിരുന്നു. ചേച്ചിയുടെ ഉറക്കം നമ്മൾ കളഞ്ഞു. ആക്ച്വലി എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. അതുപോലെ നല്ല രസമുള്ള സ്ഥലമാണ്, അതുപോലെ നല്ല ക്ലൈമറ്റുമാണ്. നമുക്കൊരു ദിവസം വേണമെങ്കിൽ ടെൻ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാം കേട്ടോ, അടിപൊളിയായിരിക്കും. വണ്ടിയുടെ വീലൊന്ന് നനയ്ക്കാം. ഓ മൈ ഗോഡ്, തെന്നും വീല് നനയ്ക്കാൻ പോയതാണ്, ട്രാക്ക് മാറിപ്പോയി. താഴെയാണ് കേട്ടോ, നമ്മൾ നേരത്തെ കണ്ട പുഴ താഴെയുണ്ട്. എനിക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ ആ പുഴ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടിപൊളി. വണ്ടിയുടെ അടി ഒന്ന് നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്. അടിയല്ല ആക്ച്വലി ഇടിച്ചത്, സ്റ്റാൻഡാണ് ഇടിച്ചത്. നമ്മളിതുവരെ വേറെ വണ്ടിയൊന്നും ഓപ്പോസിറ്റ് കണ്ടിട്ടില്ല, നമ്മുടെ വഴിയിലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹം അനുസരിച്ച്. ഓ ഗൈസ്, വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, പക്ഷെ അധികം വെള്ളമില്ല കേട്ടോ, വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേനൽ തുടങ്ങിയതുകൊണ്ട് വെള്ളം അധികം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയത്തില്ല. അത് ഈ 2 മലയുടെ നടുക്കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ വി ആർ ഓൾമോസ്റ്റ് ദെയർ. ഇവിടെ ആക്ച്വലി ഇത്രയും നല്ല വഴി ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ ഇവിടെ ആക്ച്വലി നല്ല വഴി ഉള്ളതാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ഓഫ് റോഡാണ്. പിള്ളേരൊക്കെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്നു. ഫൈൻ, ഞങ്ങൾക്കൊരു ഇച്ചിരി സ്ഥലം തരണേ. പെർഫെക്റ്റ്. ഇപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ അങ്ങ് വരെ വണ്ടിക്ക് പോവാണ് കേട്ടോ. പോകാൻ പറ്റുന്ന അത്രയും നമ്മൾ വണ്ടിക്ക് പോവാണ്. കുഞ്ഞപ്പൻ നീ ഇറങ്ങണം. കുഞ്ഞപ്പൻ താഴെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വീഴുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. സോ
ഇവിടുന്ന് അങ്ങോട്ട് വലിയ കല്ലാണ് കേട്ടോ. അത് പൊക്കം. ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം വലിയ കല്ലാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ പോട്ടെ, നമുക്ക് അവർ പോയിട്ട് പോകാം. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നടന്നു പോകുന്നവർക്കാണ് മുൻഗണന. ഇപ്പം നമുക്ക് അവർ മാറി തന്നായിരുന്നു, നമുക്ക് വേണമെങ്കിൽ പോയിരുന്നു. പക്ഷേ അവർ പോയിട്ട് പോകുന്നതാണ് അതിൻ്റെ മര്യാദ. അയ്യോ, നിങ്ങൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വലിയ വലിയ കല്ലുകളാണ്. പെർഫെക്റ്റ്. കുഞ്ഞപ്പൻ വീണ്ടും വരട്ടെ, കുഞ്ഞപ്പനെ കയറ്റാം നമുക്ക്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം കൂടെ വണ്ടി പോകുന്നുള്ളൂ കേട്ടോ, അതിൽ പിന്നെ വണ്ടി പോകത്തില്ല. ഗൈസ്, അപ്പോൾ ഞാൻ എണീറ്റ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴി കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പുറം ആൾക്കാരെ വണ്ടിയെല്ലാം വരുന്നത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പെർഫെക്റ്റ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ വണ്ടി പോകത്തുള്ളൂ. ഫൈനലി. ക്യാമറ നോക്കി പറ, നീ ഇതിനു മുമ്പ് ഓഫ് റോഡ് പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ ഒന്നും പറയുന്നില്ല. കുഞ്ഞു അതിൻ്റെ ഒന്നും പറയാത്ത കാര്യമാണ്. കുഞ്ഞപ്പന് ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ ഓഫ് റോഡിങ് വരുന്നത്. ബൈക്കിൽ നമ്മൾ കാറിൽ പോയിട്ടുണ്ട്. ശരിയാ, കാറിൽ പോയിട്ടുണ്ട്. പക്ഷേ ബൈക്കിൽ അത്രയും ഫീൽ ഇല്ലല്ലോ. കാറിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് പുറകെ കിടന്ന് ഉറങ്ങാൻ കേട്ടോ. ബൈക്കിൽ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല, അതിൽ പിടിച്ചിരിക്കണം. കാര്യം വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഈ സാധനം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നോർമൽ റോഡിൽ ഓടിക്കുന്ന പോലെയല്ല, ഭയങ്കര രസമാണ്. നമ്മളിവിടുന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിന് നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബർ കണ്ടുണ്ട്. പേരെന്ന് പറഞ്ഞേ ശ്രീഹരി. നമ്മുടെ ഹരിക്കുട്ടൻ്റെ പേര് തന്നെയാണ് കേട്ടോ. വെള്ളച്ചാട്ടം കണ്ടോ? വീട്ടിൽ വിളിക്കുന്ന ഹരിക്കുട്ടൻ എന്നാണോ? കൊള്ളാമല്ലോ. വെള്ളച്ചാട്ടം കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ആറ്റിങ്ങിൽ നിന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ബൈ ബൈ. അപ്പോൾ നമ്മളിനി നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം കേട്ടോ. വണ്ടിയല്ലല്ലോ എടാ, ക്യാമറ വണ്ടി ലോക്കാണല്ലോ. ഓക്കെ, ഓൾ സെറ്റാണ് കേട്ടോ. പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ് വഴി. ചെറിയൊരു വഴിയാണ്, നടക്കാനായിട്ടേ ഉള്ളൂ. നമുക്ക് വണ്ടിയൊന്നും പോകത്തില്ല. ഗൈസ്, നമ്മുടെ പ്ലാനിൽ ചെറുതായിട്ടൊരു മാറ്റം കേട്ടോ. ഈ നേരെ പോകുന്നതാണ് ശരിക്കും അങ്ങോട്ടുള്ള വഴി. പക്ഷേ നമ്മൾ ആ വഴി എടുക്കുന്നില്ല, നമ്മൾ കുറച്ച് ആരും പോകാത്ത വഴി എടുക്കും. കുഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ ഞാനിതിന് വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഈ വഴി അഗൈൻ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കുഞ്ഞപ്പാ, അപ്പോൾ ഇത് ആക്ച്വലി ഷോർട്ട് കട്ടാണ്. നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വെള്ളത്തിൽ ചെല്ലും. അത് മാത്രമല്ല അധികം ആരും പോയിട്ടില്ല എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഹൈലി സ്ലിപ്പറിയാണ്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞപ്പം തെന്നി വരുന്ന കാണാം. കുഞ്ഞപ്പോൾ എടാ നീ തന്നെ, പക്ഷേ നീ എന്നെ ഇടിച്ചിട്ട് തൊടലിയാണ് കേട്ടോ. അത് മുള്ളാണേ, ഇത് മുള്ള ഇത് കണ്ടോ? അത് ചവിട്ടല്ലേ, നല്ല മുള്ളാണേ. കുത്തിക്കയറിൻ്റെ അകത്ത്. ഞാൻ നമ്മൾ ട്രെക്കിംഗ് ഷൂസ് ഒന്നുമല്ല ഇട്ടിരിക്കുന്നത്, ക്രോക്സ് ആണ്. അതുകൊണ്ട് ഭയങ്കര തെന്നലാണ് കേട്ടോ. തന്നെ ഓ ഇല്ല, കുഞ്ഞപ്പം എന്നെക്കാളും പെർഫെക്റ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെറിയ ഇറക്കമാണ്. കുഞ്ഞപ്പം ഞാൻ ആദ്യം ഇറങ്ങാം. അതാകുമ്പോഴേക്കും ഇവിടെ വൈകി ഇറങ്ങേ. എന്നെ ഇടിക്കില്ല. അതെന്നാ കാണിച്ചത്? വെള്ളം പറ്റിയോ? വെള്ളം പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഒരു വീഴ്ചയിലൊന്നും കുഞ്ഞപ്പനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഇതിലമ്മഴി ഈ കല്ലേ കൂടെ ഇറങ്ങി നേരെ താഴെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ ഈ സാധനം എടുത്ത് നമ്മൾ തലമുടി കിടക്കിയിടുമായിരുന്നു കേട്ടോ. പിള്ളേരുടെ, നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ തലമുടി കിടക്കിയിടുമായിരുന്നു. ഒരു രീതിയിൽ സാധനം പോകത്തില്ല. എൻ്റെ ദേഹത്തുണ്ട്, ഇത് കണ്ടോ? ഒരു ചെറിയൊരു മുള്ളു പോലെ സാധനമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതായത് ദേഹത്തൊക്കെ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ സാധനം പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡാണ് കേട്ടോ, വെള്ളം ഒഴുകി വരുന്ന ഒരു സൈഡാണ്. റിഫാക്ട് കുഞ്ഞപ്പം വെള്ളത്തിൽ ചവിട്ടി എടോ ഗൈസ്, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. കുഞ്ഞപ്പൻ്റെ എക്സ്പ്രഷൻ കണ്ടോണം. നീ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നല്ലേ പറഞ്ഞത്? ഗൈസ്, ഇത് ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കര രസമാണ്. എടുത്തിട്ട് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാനോട് ഭയങ്കര രസമാണ്. ശരിക്കും ഒരു കാട്ടിൽ വന്നൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പയ്യെ വെള്ളച്ചാട്ടത്തിലേക്ക് കയറാൻ വേണ്ടി പോകണേ. ഇത് കണ്ടല്ലോ, ഇതിലേക്ക് വെള്ളം ഒഴുകി വരുന്നുണ്ട്. വഴുക്കലുള്ള പാറയാണെന്ന് ആദ്യം ചവിട്ടി നോക്കുക. വഴുക്കലുള്ള പാറയല്ല. ഇത് നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട് കേട്ടോ. ദേവനോട് ഇരുന്നപ്പോഴേക്കും പയ്യെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? ആശി. ശരി നടക്കട്ടെ ഏടാ. അപ്പോൾ നമ്മൾ പയ്യെ മേളിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത വശത്തൂടെ കയറുവാണ്. എനിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, വെള്ളം അടിപൊളി. എനിക്ക് നമുക്കിവിടെ ഇറങ്ങാൻ തോന്നുന്നു. വെള്ളച്ചാട്ടം മേളിലേക്കാണ്. പക്ഷേ നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകണമെന്ന് ആലോചിക്കണം. കാരണം വെച്ചാൽ അവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്കൊരു വലിയ പ്രൈവസി ഒന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചാട്ടം കാണാനായിട്ട് വരും. പക്ഷേ മഴക്കാലത്തൊക്കെ നല്ലതായിട്ട് വെള്ളം ഒഴുകും. ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ, അധികം വെള്ളമൊന്നുമില്ല. കൊല്ലം കുഞ്ഞപ്പാ
വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകണം. പോകാം, എന്നിട്ട് തിരിച്ചു വരാം കുളിക്കാം. എന്താണ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ സെറ്റ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ചേട്ടാ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷാഹിദ്. ഷാഹിദും ചേട്ടൻ ഒരു ചാനലൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ ചാനലിന്റെ പേര് ഏട്ടാ? എന്റെ ചാനലിന്റെ പേര് SK The Dream Catcher ട്രാവൽ വ്ലോഗ്സ് ആണ്. യൂട്യൂബിലാണ് ചെയ്യുന്നത് അല്ലേ? അതെ, യൂട്യൂബിലാണ്. അപ്പോൾ ഞങ്ങൾ മേളിലോട്ട് വരട്ടെ. അപ്പോൾ ഒത്തിരി സന്തോഷം കണ്ടതിൽ, സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പോയിക്കുക. ഇവിടെ വന്നിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് ആരെയൊക്കെ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരെയൊക്കെ തിരക്കിയെന്ന്? ആ മമ്മി തൊമ്മനെ തിരക്കിന്ന് പറയണോ? ഡബ്ബൊക്കെ മീനൊക്കെ തിരക്കിന്ന് പറയാം കേട്ടോ. സൂക്ഷിച്ചിറങ്ങി പോട്ടോ. നല്ലതായിട്ട് വെള്ളം പൊങ്ങുന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞൊഴുകുന്നതായിരിക്കും. ആ ഒരു സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ പാറയൊക്കെ ഭയങ്കര വഴുവഴുക്കുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴുകി കഴിയുമ്പോഴേക്കും ചവിട്ടി കഴിഞ്ഞാൽ തെന്നുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ വിചാരിച്ച പോലെയല്ല, വെള്ളം കുറവാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാണുന്ന വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമൊക്കെ വരുന്നതാണ്. ഇപ്പോൾ വലിയ വെള്ളമില്ല, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അവിടെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയുന്നത്. ചേട്ടാ വെള്ളത്തിലിറങ്ങി കുളിച്ചിട്ടൊക്കെ നോക്കുവാണോ? ആണോ? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ആണോ? ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം വരുന്ന. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ ഫാമിലിയൊക്കെ ഉണ്ട്. കുഞ്ഞു ഫാമിലിയല്ല, അത്യാവശ്യം വലിയ ഫാമിലിയാണ് കേട്ടോ. പേരെങ്ങനെ ചേട്ടാ? അനൂപ് എന്ന് പറഞ്ഞ ചേട്ടാ നമ്മൾ അവിടെ കൈ പോയി കാണിച്ചു. ചേട്ടൻ്റെ പേരെങ്ങനെ? അജിത്ത്, എറണാകുളം. ജോബി. അപ്പോൾ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ കല്ലിൻ്റെ പുറത്ത് കയറാൻ വേണ്ടി പറ്റും, പക്ഷേ അത് സേഫ് അല്ല അത്രയും. ഇത് ഇപ്പോൾ ആൾക്കാർ കയറി വരുന്നുണ്ട്. എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ കുഞ്ഞപ്പം വേണം ഹെൽമെറ്റൊക്കെ വെച്ച് കയറിക്കണം. നിങ്ങൾക്ക് വേണം ഹെൽമെറ്റൊക്കെ വെച്ച് കയറാമല്ലോ. അപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോഴേക്കും വലിയ സംഭവമൊന്നുമില്ല. ഇത് കണ്ടോ, അത്യാവശ്യം വലിയ ചാട്ടമാണ്. പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ തന്നെ കുളിക്കുന്നുണ്ട്. എനിക്കത് സേഫ് ആണോ എന്ന്. പക്ഷേ എനിക്കൊന്ന് അങ്ങോട്ടൊക്കെ പോയി അടിപൊളിയായിരിക്കും അല്ലേ? കുഞ്ഞപ്പൻ നീന്തണം. കുഞ്ഞപ്പാ ആണോ? കുഞ്ഞപ്പൻ നീന്താൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കുഞ്ഞപ്പൻ ഞാൻ ഇവിടെ ഇറക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത വാട്ടർ ബോഡിയാണ്. അത് മാത്രമല്ല എന്തോ ഒരു താഴ്ച ഉണ്ടെന്നൊന്നും അറിയാൻ വേണ്ടി പറ്റത്തില്ല. ഈ വെള്ളത്തിനകത്ത് വല്ല മീനുകളോ ജീവികളോ ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഗോപ്രോയിട്ട് നമ്മൾ ഡൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓ ഗൈസ്, അടിപൊളി. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ താഴെ ഇത് കണ്ടോ, അത് കുറച്ചും കൂടെ വലിയ താഴ്ചയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇച്ചിരി പേടി. പറഞ്ഞ പോലെ നല്ല താഴ്ചയുണ്ട്. അവിടേക്ക് പോകുന്ന റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നില്ല. ഇവിടെ ആകുമ്പോഴേക്കും നമുക്ക് അടി കാണാനായിട്ട് പറ്റും. അയ്യോ, എനിക്കത് കണ്ട് സഹിക്കാൻ വേണ്ടി പറ്റില്ല. കുഞ്ഞപ്പം റെഡിയാവും. വെള്ളം തണുപ്പില്ലേ? ഇറങ്ങിപ്പോക്കെ കാണിച്ച്. കുഞ്ഞപ്പൻ അങ്ങനെ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടും തണുപ്പില്ലേ? ഇല്ല. ഇനി അടുത്ത് തന്നെ കുഞ്ഞപ്പൻ എന്നാണെങ്കിലും വെള്ളത്തിൽ മീനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മുങ്ങണം കേട്ടോ. അപ്പം ഞാൻ മുങ്ങാൻ വേണ്ടി പോവാണ്. ക്യാമറ കരക്കിരിക്കട്ടെ. ഗൈസ്, നമ്മളെന്തായാലും മുങ്ങി നോക്കിയപ്പോഴേക്കും ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അടിപൊളി. ഏതോ മഞ്ഞ കളർ ഒന്നുകൂടെ മുങ്ങോ? അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങൾ ഇനിയിപ്പം ക്യാമറ എടുക്കാൻ വേണ്ടി കരക്കി കയറുന്നില്ല. നമ്മൾ കുളിക്കാൻ വേണ്ടി പോകണം ഫുൾ അല്ലേ. ഇപ്പം തണുത്ത് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അണ്ടർ വാട്ടർ ഒക്കെ കണ്ട് കാണും. ഇഷ്ടംപോലെ മീനുകളുണ്ട്. എന്തോ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് പേരൊന്നും അറിയത്തില്ല. നമ്മൾ സെബിൻ്റെ പേരുള്ള വേറെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് കേട്ടോ. വീട് എവിടെയാ? സപ്പോർട്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. മറ്റേ പോലെ ക്ഷയിക്കേണ്ടി വരേണ്ടതല്ല ആക്ച്വലി. അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, ശരി ഏട്ടാ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കും? ഫുട്ബോൾ കളിക്കുന്നോ? ആണോ? കണ്ടായിരുന്നോ? ഇല്ല, കളിക്കോ കളിക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ. കണ്ടോ? ബൈ ബൈ. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് നോക്കട്ടെ. കുഞ്ഞു പണം എടുക്കാം.